ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളായി റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് റെസിപ്പി തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും പ്ലം കേക്കാണ് ഉണ്ടാക്കാറുള്ളത്. എങ്കിലും ഈ ഒരു കേക്കും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ടീ കേക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലം കേക്കാണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു കേക്കിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഒരുപാട് പറയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ അടുപ്പത്ത് ഒരു പാനിൽ ഒരു അരക്കപ്പ് പാലെടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഇനി നിങ്ങൾക്ക് ബട്ടറിന് പകരം ബട്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബട്ടറിന് പകരം നെയ്യും യൂസ് ചെയ്യാം. നെയ്യിലേറൊക്കെ ബെറ്റർ ആവുക ബട്ടറാണ്. എങ്കിലും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തതല്ലാത്ത തണുപ്പൊക്കെ ഇല്ലാത്ത 2 മുട്ട എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പും ഒരുപാട് കേക്ക് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും കാണിച്ചിട്ടുള്ളത് മിക്സി യൂസ് ചെയ്തിട്ടുള്ള കേക്കുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് കണ്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ യൂസ് ചെയ്തതുകൊണ്ടാണ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾ മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ട് പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ച് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക.
അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാല് ഇതിലോട്ട് തണുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. കട്ടകളൊന്നും കൂടാതെ തന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഇനി ഈ മിക്സ് നമുക്ക് ഒരു കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു കേക്ക് പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു കേക്ക് പാനിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമലി ഒരു ടീ കേക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ ഏതാണോ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ഓവനിലോ ഒന്നും അല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ കൂടുതലും ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്ത് കാണിച്ചു തരാറുള്ളത്. അപ്പം ഞാൻ ഈ ഒരു കേക്ക് പാൻ എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, എങ്കിലേ ഇത് കൊള്ളുള്ളൂ. അപ്പോൾ അടിയിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു കേക്ക് പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാനിന് ഇങ്ങനെ ഹോളുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 30-35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണം ഒരു 35-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇത് തുറന്നിട്ട് ഒന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം വേണം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. ഇപ്പം ഞാനിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ സാധാ നോർമൽ കേക്കിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്കാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.